ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈം സ്ക്രാംബ്ലർ 400 ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാണ് ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഗൈസ്, ഇപ്പോൾ വണ്ടി ഏകദേശം 16,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ വെസറയുടെ ബ്രേക്ക് പാഡ് 1000 കിലോമീറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, കുറച്ച് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടാനായിട്ട്. ഇപ്പോൾ വീണ്ടും വെസറയുടെ ബ്രേക്സാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ്സ്. ഡ്യൂക്ക് 390ക്കും BMW-ക്കൊക്കെ സെയിമാണ് വരുന്നത്. 1400 രൂപയാണ്, 1500 രൂപയാണ് വില. പക്ഷേ സീനെന്ന് പറഞ്ഞാൽ പഴയ ബ്രേക്ക് പാഡ്സ് ഒട്ടും ഇല്ലാത്തൊരു കണ്ടീഷനിൽ തേഞ്ഞായിരുന്നു. കണ്ടോ, നല്ല തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഡിസ്കിൻ്റെ അവസ്ഥയും ചെറുതായിട്ടൊരു ഗ്രൂസൊക്കെ വന്നു. മാറേണ്ട സമയം കഴിഞ്ഞായിരുന്നു. ഇത്രയൊന്നും ഓടല്ലോ, ഒരു 13,000 കിലോമീറ്ററിലൊക്കെ തന്നെ മാറേണ്ടതായിരുന്നു. ഇതിപ്പം കുറേ ട്രിപ്പ് അടുത്തടുത്ത് വന്നുകൊണ്ട് സമയം കിട്ടിയില്ല. ഞാൻ പിന്നെ അതിൻ്റെ ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞ് നീക്കിക്കൊണ്ട് പോയതാണ്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് ഇളക്കിയിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ടൈസ് അങ്ങനെ ഇത് പിന്നൊക്കെ ഊരി എടുത്ത് ഇത് പിന്നെ ഈ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞാൽ 2 പാഡ് ഊരി വരേണ്ടതാണ്. വെയിറ്റ്, ചെറുതായിട്ടൊന്ന് പിസ്റ്റനകത്തോട്ടാക്കാം. പാഡ് ഒരെണ്ണം അടുത്തത്. അങ്ങനെ വലിയ സീനൊന്നും ഇല്ല, പക്ഷെ കണ്ടില്ലേ തീരാറായി. പക്ഷെ പാഡ് തന്നെയാണ് പറഞ്ഞ് തീർന്നത്, മെറ്റല് റബ്ബ് ചെയ്യാറായില്ല. പുതിയ പാഡിൻ്റെ തിക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട ഇത്രയുണ്ട്. ഇതിൻ്റെ തിക്നെസ് നോക്കിയേ, ഇത്രയുള്ളൂ. ഡിഫറൻസ് ഉണ്ട്. അതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കാലിപ്പറൊക്കെ ഊരി പിസ്റ്റനൊക്കെ ഒന്ന് അകത്ത് ഇട്ടിട്ടെ. അപ്പോൾ ഗൈസ്, ഇത് കാലിപ്പറിൽ പാഡൊക്കെ റിമൂവ് ചെയ്തായിരുന്നു. പാഡ് റിമൂവ് ചെയ്തു. ഇത് പിസ്റ്റൻ അകത്തോട്ട് തള്ളി വെച്ചിട്ടുണ്ട് 2 സൈഡും. അത് സെറ്റായി. ഇത് ഫുള്ള് പൊടി, ഫുള്ള് ബ്രേക്ക് ഡസ്റ്റാണ്. ഈ കാർബൺ സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ് ഇത്. ആക്ച്വലി സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ബ്രേക്ക് ഡസ്റ്റ് ഉണ്ടാവും, പിന്നെ ഡിസ്കിന് തൈമാനം കൂടുതലായിരിക്കും. അത് ഓക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് പെർഫോമൻസാണ് ഇത് തരുന്നത്. ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സ്റ്റോക്ക് ബ്രേക്ക് പാഡിനെക്കാട്ടി ഒരു 100% ബെറ്ററാണ്. നമ്മൾ ജസ്റ്റ് തൊട്ടാൽ മതി, വണ്ടി അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതൊക്കെ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത് കൈസ്, ഇതൊക്കെ ഇളകി പോകാറായി. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഇനി പുതിയ ബ്രേക്ക് പാഡ്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടി ഇപ്പോൾ ആണ് പുതിയ ബ്രേക്ക് പാഡ്സ്. കാണാൻ പറ്റുന്നില്ല കൈസ്, ഇതാണ് പുതിയ ബ്രേക്ക് പാഡ്സ്. പഴയ ബ്രേക്ക് പാഡ്സ് കേസ്, സെയിം ബ്രേക്ക് പാഡ്സ് ആണ് ഞാൻ മുന്നേ ഉള്ളത്. വെസറയുടെ ബ്രേക്ക് പാഡ്സ് ആണ്, സെയിം ആണ് ഞാൻ ഇട്ടത്. ഇതിവിടെ ക്യാമറ ഈ സെയിം ബ്രേക്ക് പാഡ്സ് ആണ് ഞാൻ മുന്നേ യൂസ് ചെയ്തത്. കണ്ടില്ലേ, 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കണ്ടീഷനാണിത്. 15,000 കിലോമീറ്റർ. ഇറ്റ്സ് ടോട്ടലി വർത്ത് അപ്ഗ്രേഡ് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് മുതലായിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ച് പഴയതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. ബ്രേക്ക് പാഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു സാധനം പിന്നുണ്ട്, ഇതിനൊന്ന് ഇവിടെ ഇട്ട് പെർഫെക്റ്റ് അല്ലല്ല, പോയില്ലല്ലോ കൈസ്. ഇതിനവിടെ ഇറക്കണം. അതാണ് ആ ബ്രേക്ക് പാഡ്സിനെ പിടിച്ച് നിർത്തുന്നത് സാർ. അപ്പോൾ ഇതിൻ്റെ പിന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒന്ന് ലൂബ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പോൾ കഴിച്ചത് പിന്ന് സിലിക്കോൺ ഗ്രീസ് ഇട്ട് തേച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബ്രേക്ക് പാഡ് ചേഞ്ച് ആയി കഴിഞ്ഞ് ഗൈസ്. ഫ്രണ്ട് സിമ്പിളാണ്. നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇതിപ്പം ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് പരിപാടിയേ ഉള്ളൂ. എന്നിട്ട് 2 വട്ടം ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് സെറ്റായിട്ടുണ്ട്. പഴയതുപോലെ ഇത് ഭയങ്കര ഷാർപ്പാണ്, തൊട്ടാൽ തന്നെ പിടിച്ച് ബ്രേക്കാണ്. അതുകൊണ്ട് കാലിപ്പർ ഊരേണ്ട കാര്യമില്ല, ഊരുകയും ചെയ്യാം. അതിനെക്കാട്ടി എളുപ്പം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേക്ക് റെഡിയാക്കണമെങ്കിൽ ഇതാണ് പരിപാടി. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് സിമ്പിളാണ്. ട്രയംഫ് ഇപ്പം ഡ്യൂക്ക് 390 മീൻസ് ഈ റേഡിയൽ കാലിപ്പർ വരുന്ന ഒരുവിധം എല്ലാ വണ്ടിക്കും സെയിമാണ്. അതിലിത് ലിസ്റ്റ് ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. GS X 400X, പിന്നെ അത് ഡ്യൂക്ക് 390, RC, ഡ്യൂക്ക് എല്ലാം ഇതൊന്നും നോക്കണ്ട. ഇതാണ് സംഭവം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ. ബൈ ബൈ.